അകത്ത് പോണം. പോയാണോ? ഓന്താനാണത്. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ. പത്മ പ്ലീസ്. പത്മ 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 പ്ലീസ്. ഡോണ്ട് ബി സിലി പത്മ. ഞാൻ പറയുന്നത് ശ്യാമൻ എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ അതാ അതാ. ഒരു ദോഷമില്ല. ഞാനിപ്പോ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും. എന്റെ എലി അല്ല എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ ഇന്ദു അല്ല എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയോടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണ കഴിവരെ കൊണ്ടുവരാൻ നീ അങ്ങോട്ട് എഴുന്നള്ളൊന്നും പറഞ്ഞു തരണം. ആ പുല്ലേ ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടടാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി. പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ ആ കൂടെ ചളവാകുവളയാ. താങ്ക് യു. അളിയ അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും അളിയ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്നുവിനെ പത്മയുടെ മുറിയിൽ നിന്ന് മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല. കാണും. നീ നോക്കാം. അയ്യോ, എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നില്ല. ടാക്സി. പത്മ പത്മ don't go. പത്മ പത്മ കുട്ടപ്പ വണ്ടിയുടെ പറയൂടെ. വണ്ടി എടുക്കും. വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. വണ്ടി എടുത്തു. വണ്ടി നിർത്താൻ. വണ്ടി എടുക്കാൻ. വണ്ടി എടുക്കും. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി ഇവിടെ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ഇരിക്കേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേ? ഇത്രയ്ക്ക് ക്രൂരമായൊരു ഹൃദയമാണോ എലീനയ്ക്കുള്ളത്? ശ്യാമിനെ കണ്ടപ്പോൾ ശ്യാം, എലീനയുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്നെ കുറിച്ച് നിനക്ക് ചിന്തയില്ല. എലീനയുടെ വിളി കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ആ വഞ്ചകനാണ് എലീനയുടെ മനസ്സിൽ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. പരിശുദ്ധ പ്രേമത്തിന് ഇവിടെ യാതൊരു വിലയുമില്ല. പക്ഷേ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും. അന്ന് നിന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. വേറൊരു സീരിയസ് പ്രശ്നമുണ്ട്. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഒരു മിനിറ്റ് വണ്ടി നിർത്താൻ. ഒരു മിനിറ്റ്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാനാ. ഇവിടെ സംഭവം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടെ ലാൻഡ് ചെയ്യും. അതെത്തുന്നതിന് മുമ്പ് കൽക്കട്ട ഫ്ലൈറ്റ് അവിടുന്ന് മാറ്റണം. നേരം വെളുക്കും വരെ കൽക്കട്ട പൊങ്ങരുത്. അതിനുള്ള പരിപാടി ഒപ്പിക്കാം. ആ അതെ,
ഇത് മറ്റേ പാർട്ടിയാണെന്നാ തോന്നുന്നു. വിമാനം റാഞ്ചാനോ ബോംബ് വയ്ക്കാനോ ആണ് ഉദ്ദേശം. പോലീസ് വരുന്നിടം വരെ ഇതിന് വരണ്ട. പിടിച്ചു കൊടുത്താൽ നമ്മുടെ പടം പത്രത്തിൽ വരുവാളിയാ. ബോംബെ ഫ്ലൈറ്റിന്റെ അടുത്ത് ഞാനുണ്ടാവും. കൽക്കട്ടയെ ഒതുക്കുന്നത് വരെ ബോംബെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാതിരിക്കുന്ന വഴി ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം പറഞ്ഞതുപോലെ അലമ്പാകരുതേ. ജീവൻ മരണ പോരാട്ടമാണ്, അറിയാമല്ലോ. ഓക്കെ, എവിടെ പോകുന്നു? പോലീസ് വിളിച്ചോണ്ടുവാ. പോലീസാ? എന്തിന്? നിനക്കൊക്കെ മനുഷ്യന്റെ ജീവിതം പുല്ലാണല്ലോ റാസ്കൽ. ഇതെന്താ വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം കേട്ടാ. നീ വിമാനം റാഞ്ചുവല്ലേടാ. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ. ഓഹോ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ക്ഷമയുടെ അതിന് കിടക്കരുത്. കടന്നാൽ ചോര കണ്ട ഞാൻ ഇറങ്ങും. ആഹാ, എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞു തന്നെ ബാക്കി കാര്യം. ഓക്കെ, ഫൈൻ. ഞാൻ പറയുന്നത് ഇനി തല്ലരുത്. കാര്യം എന്താണെന്ന് അറിയട്ടെ. നീയൊക്കെ ഒരു ഗ്യാങ്ങാണല്ലേ? വണ്ടി വിടും. ഡിക്കമ്മായി ആരെയും സ്നേഹിച്ചിട്ടുണ്ടോ? ആര്? എന്റെ ഭർത്താവിനെ. എന്നിട്ട് അയാൾ എന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചോണ്ട് പോയി. ഞാൻ ആ കാര്യത്തിൽ എത്ര ഭാഗ്യവതിയാണ്. ക്രിസ്തുവില്ലാത്തതോ? അല്ല, എന്റെ ശ്യാം എന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ബോധം ഉണ്ടെങ്കിൽ കേട്ടോ, അവന്മാര് പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. എന്തായി? എല്ലാം ഒതുക്കിയോ? നല്ല ഘനത്തിൽ 2-3 സ്ലീപ്പിംഗ് ഗിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ ഈ മുറിയുന്നേ ആ മുറിയിലോട്ട് മാറ്റാം. ചത്ത ഭാരം തന്നെ. അനാവശ്യം പറയൂ കേട്ടോ. വല്ലതും പറ്റിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. വയസ്സുകാലത്ത് നമ്മളെല്ലാം കൂടെ എന്നെ ജയിലിൽ കേട്ട് ഇതവിടെ. അവിടെ വരുന്നുണ്ട്. അത് തീർക്കും.
എങ്ങനെ ഇവിടെ എത്തി? എന്റെ മനസ്സിനോടൊപ്പം ശരീരവും ഇവിടെ പറന്നെത്തി. പത്മയുടെ ഈ ചന്ദനവർണ്ണ മുഖം ചുവന്ന് തുടുക്കുന്ന കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. വരൂ. നോക്ക്, അനിലിനെ ഞാൻ പറഞ്ഞയച്ചു. പത്മയ്ക്ക് വേണമെങ്കിൽ ഈ മുറി ഉപയോഗിക്കാം. വേണ്ട, ഇനി ശ്യാമിന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഇത് ഔദാര്യമല്ല, പത്മയുടെ അവകാശമാണ്. ആ അവകാശവും സ്വാതന്ത്ര്യവും എന്നോട് കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇവിടെ ഇറക്കി വിടാൻ തയ്യാറാണ്. ശ്യാം എപ്പോഴും അങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെടുന്നു, ഇങ്ങോട്ടത് കാണുന്നില്ലല്ലോ. പ്ലീസ് പത്മ, ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുത്. ഒരു പെണ്ണിന്റെ മനസ്സറിയാനുള്ള കഴിവ് ശ്യാമിനില്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് സൈക്കോളജി എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ശ്യാമിന് വേറെ പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്? You are talking nonsense. Stop it. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഇതെന്താ ചന്തക്കടയാണെന്ന് വിചാരിച്ചോ? ഒന്ന് പോയി വലിയ തത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആന കാര്യത്തിലിടാനാണ് ചില കാര്യം. ദയവ് ഇത് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്ന കേൾക്കാൻ, കഥ ഓർക്കാൻ. എന്റെ ചക്കരയല്ലേ, എന്റെ പഞ്ചാരല്ലേ, മോളെ വാതിൽ ഉറക്കാൻ. അയ്യോ, അമ്മ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എന്താ കാര്യം? ഞാൻ പോകുന്നു. നിങ്ങൾ കാശെടുത്തുന്ന പോലെ നിങ്ങൾ വായ കിടക്കുന്നൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്താ കാര്യം? നേരത്തെ ആളോ പോച്ചിനെ കഴിയുന്നു വിളിച്ചില്ലേ? ആര് വിളിച്ചു? ഞാൻ വിളിച്ചില്ല. അമ്മ ഇങ്ങനൊരു വണ്ടി ആയിപ്പോയോ? എലീനെ പോന്നു. ഓരോ സെക്കൻഡിലും എലീനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഇനി എന്നെ ഓർത്ത് ശ്യാം അധികം വിഷമിക്കേണ്ടി വരില്ല. എന്താ കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. ഞാൻ പോകുന്നു. പുറത്തോട്ടല്ല, അകത്തോട്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണം? എനിക്ക് സൗകര്യമില്ല. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നോക്കണ്ട, ഞാൻ പോയിക്കോളാം. എന്നെ പോണം. എന്താ? വാട്ട് ഹാപ്പൻഡ്? മുഖവര് പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് പിരിയാം. അയ്യോ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എന്റെ ഹൃദയം വളരെ ലോലമാണ്. അത് തല്ലി തകർത്ത് കളയരുത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിന് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്യാം, കർത്താവിന് സ്തുതി. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ, എലീന ഇന്നലെ വരെ എന്റെ ഭാവി വധുവായിരുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് അനിലുമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അയ്യോ, അനിലോ? അടുപ്പോ? എന്റെ എലീന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിൽ ശ്യാമിനെ പോലെയല്ല, മുഖംമൂടി ഇല്ലാത്തൊരു സുഹൃത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് വെറും തോന്നലാണ്. എലീനയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞോളൂ. പക്ഷെ അവനോട്ട് അടുക്കരുത്. അവന്റെ മുഖം കൂടി ഞാൻ ഇളക്കി കാണിച്ചു തരാം. പെട്ടെന്നൊരാളുമായി കേറി അടുക്കുന്ന അപകടമാണ് എലീന. ഒരു സ്നേഹബന്ധത്തിന്റെ നിർണായക ഘടകം ദീർഘമായ ഒരു കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് മാത്രമാണല്ലോ എനിക്ക് ശ്യാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തന്നെ വേറൊരാളിന്റെ സഹായം വേണ്ടി വന്നു. ഓക്കെ ശ്യാം, എന്നോട് ദേഷ്യം തോന്നരുത്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? എല്ലാം അങ്ങനെ ചുമ്മാ ഒഴിയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ, കഥ തുറക്കാൻ. എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമവിടെ അളിയാ. ഞാനേ ഒരു ചെടി നട്ടു. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലു. എന്നിട്ടോ
ഞാൻ ഇത് കൊല്ലുവിടാ, നിന്നെ കൊല്ലുവിടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ്. ഞാൻ പോയിക്കോട്ടെ. എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ, എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. നീ തലക്ക് പിടി. നീ തല പിടി. തലക്ക് പിടിക്കാൻ എന്നെയല്ല. തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ, I love you. I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ, എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നീ കേട്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. ഓക്കെ, ഫാൻ വർക്കിന്നില്ലെങ്കിൽ വേണ്ട. ദേ, കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ. കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളയാ. ഓ, മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു. അളിയ, ഗുഡ് ബൈ.
നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായലയാ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണല്ലയാ. നിത്യാബോധങ്ങളെ, ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം.